സംഘത്തിന് മുതിരുന്നില്ല. സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ നേതൃത്വത്തിൽ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ കീഴിൽ ഇങ്ങനെ ഒരു ഖുർആൻ പഠന കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നത് ചിന്തിക്കാനും ചർച്ച ചെയ്യാനുമുള്ള കാരണം പരിശുദ്ധ ഖുർആനിന്റെ പഠനവും അതിന്റെ പാരായണവും ഉൾക്കൊള്ളുന്ന പഠിക്കേണ്ടുന്ന നമ്മുടെ സഹോദരന്മാര് അതിൽ നിന്ന് പുറകോട്ടു പോകുന്നുണ്ടോ എന്ന ഒരു സംശയമാണ് ഒരു വേള SYSനെ ഇങ്ങനെ സംഘടിപ്പിക്കുന്നതിലേക്ക് പ്രചോദനമായത്. പ്രത്യേകിച്ച് നമ്മുടെ നാടുകളിൽ ബിദ്അത്തുകാർ പരിശുദ്ധ ഖുർആനിന്റെ പേരിൽ ആളുകളെ, സാധാരണക്കാരായ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് വിവരമില്ലാത്ത മൗലവിമാര് നടത്തുന്ന ദുർവ്യാഖ്യാന കസർത്തുകൾ അത് പരിശുദ്ധ ഖുർആനിന്റെ ആശയമായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വിശേഷിച്ചും നമ്മുടെ സ്കൂൾ ഓഫ് ഖുർആനിന് വലിയ പ്രസക്തിയുണ്ട്. സ്കൂൾ ഓഫ് ഖുർആൻ SYSന്റെ കീഴിൽ പ്രത്യേകമായ സിലബസുകളും സംവിധാനങ്ങളോടെയുമാണ് നടത്തുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. അതിനുള്ള കാരണം പരിശുദ്ധ ഖുർആനിനെ വിവിധ രൂപത്തിൽ ഇവിടെ ദുർവ്യാഖ്യാനങ്ങൾ നടത്താനുള്ള ശ്രമങ്ങൾ പലരും ആരംഭിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പൂർവീകരായ സച്ചരിതരായ മഹാത്മാക്കൾ പഠിപ്പിച്ച ആ ആശയങ്ങൾ പകർന്നുകൊടുത്തുകൊണ്ടുള്ള ഒരു ഖുർആൻ പഠന കേന്ദ്രം നമുക്ക് വേണമെന്ന ആവശ്യം ശക്തിയായി മുന്നോട്ട് വന്നത്. പരിശുദ്ധ ഖുർആൻ നമുക്കറിയാം, രണ്ടു തരത്തിൽ ഖുർആനിന്റെ തഹരീഫ്, തിരുമറികൾ, ഖുർആനിൽ നടത്തുന്ന തിരിമറികൾ രണ്ട് രൂപത്തിൽ പണ്ഡിതന്മാര് വിശദീകരിക്കുന്നുണ്ട്. ഒന്ന് ആശയപരമായ തിരിമറിയാണ്, മറ്റൊന്ന് പദപരമായിട്ടുള്ള തിരിമറിയാണ്, മാറ്റിമറിക്കലാണ്. ഇത് രണ്ടും പരിശുദ്ധ ഖുർആനിന്റെ മേലിൽ പലരും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായും പരിശുദ്ധ ഖുർആനിന്റെ യഥാർത്ഥ വശങ്ങൾ നഷ്ടപ്പെടുകയും യഥാർത്ഥ ആശയങ്ങൾ ഇല്ലാതെയാവുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായിത്തീരും. ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാ ജൂതന്മാരുടെ ഒരു സ്വഭാവമായി ഇക്കാര്യം പഠിപ്പിക്കുന്നത് കാണാം. പരിശുദ്ധ ഖുർആനിൽ തിരിമറി നടത്തുക എന്നത് ജൂത സ്വഭാവമാണ് എന്ന് ഇമാം റാസി തന്റെ തഫ്സീറുൽ കബീറിൽ രേഖപ്പെടുത്തി വെക്കുന്നു. സൂറത്തുൽ കഹ്ഫിൽ നമുക്കെല്ലാവർക്കും സുപരിചിതമായ സംഭവമാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഖിളിർ വലിയുല്ലാഹിയുടെയും അല്ലെങ്കിൽ ഖിളിർ നബിയുടെയും അലൈഹിസ്സലാം സംഭവം. അവരുടെ പഠനയാത്ര നമുക്കെല്ലാവർക്കും അറിയാം. ആ പഠനയാത്രയിൽ അവർ അന്താക്കിയ എന്ന് പറയുന്ന ഒരു നാട്ടിൽ രണ്ടുപേരും കൂടി പോവുകയാണ്, എത്തുകയാണ്. പരിശുദ്ധ ഖുർആൻ അത് പഠിപ്പിച്ചു. ഫന്തലഖാ ഹത്താ ഇദാ അത്തയാ അഹ്ല ഖർയത്തിൻ ഇസ്തഖഅമാ അഹ്ലഹാ. ഒരു നാട്ടിൽ അന്താക്കിയ എന്ന് പറയുന്ന നാട്ടിൽ അവരെത്തി. അവർ വിശന്ന സാഹചര്യത്തിൽ ആ നാട്ടിലുള്ളവരോട് ഭക്ഷണം ആവശ്യപ്പെട്ടു. ഭക്ഷണം ആവശ്യപ്പെട്ടപ്പോൾ അന്താക്കിയ ഗ്രാമവാസികൾ പറഞ്ഞ മറുപടി പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ആ നാട്ടുകാർ ഈ രണ്ട് മഹാത്മാക്കളെ സൽക്കരിക്കാൻ അവർ വിസമ്മതിച്ചു. ഞങ്ങളെ നാടിൽ വരുന്നവർക്കൊക്കെ ഭക്ഷണം കൊടുക്കാമെന്നൊന്നും ഞങ്ങൾ ഏറ്റിട്ടില്ല. നിങ്ങൾ രണ്ടുപേരും വിശന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം തരേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ ഭക്ഷണം നൽകുകയില്ല എന്ന് ആ നാട്ടുകാര് പറഞ്ഞു. ഈ സംഭവം പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അവർ ഭക്ഷണം ആവശ്യപ്പെട്ടപ്പോ അവര്, ആ നാട്ടുകാർ മൂസാ നബിയെയും ഖളിർ നബിയെയും അലൈഹിസ്സലാം രണ്ടുപേരെയും സൽക്കരിക്കാൻ അവർ വിസമ്മതിച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അള്ളാഹുവിന്റെ ഈ പ്രഖ്യാപനം അല്ലെങ്കിൽ ഈ പ്രസ്താവന അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിശുദ്ധ വചനം അവിടെ തന്റെ ജീവിതകാലത്ത് ഇത് ഓതി കേൾപ്പിച്ചു കൊടുക്കുകയാണ്.
ഈ വിവരം അന്താക്കിയ എന്ന് പറയുന്ന ഗ്രാമവാസികൾ അറിഞ്ഞപ്പോ അവർ ചിന്തിച്ചു, ഞങ്ങളുടെ പൂർവ്വ പിതാക്കൾ ചെയ്ത ഒരു വിഡ്ഢിത്തം. ആ രണ്ടാളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ വിസമ്മതിച്ച ആ വിവരണം പരിശുദ്ധ ഖുർആനിൽ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന ഒരു ചരിത്ര സത്യമായി എന്നും പാരായണം ചെയ്യപ്പെടും. നമ്മുടെ നാട്ടിന് തന്നെ അത് അപമാനമാണ്. അതുകൊണ്ട് അതിലൊന്നു ചെറിയ ഒരു കൈക്രിയ നടത്തണം. അതിനുവേണ്ടി ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ അവർ വിലപിടിച്ച സ്വർണങ്ങളും അതുപോലെ രത്നങ്ങളും മറ്റ് വിലപിടിച്ച വസ്തുക്കളുമായി ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിക്കുകയാണ്. എന്നിട്ട് അവർ പറഞ്ഞു, മുഹമ്മദേ, ഒരു ചെറിയ ഒരു ആവശ്യം ഞങ്ങൾക്കുണ്ട്. അതെന്താണ്? നിന്റെ ഖുർആനിൽ വന്ന ഈ പരാമർശത്തിൽ ഞങ്ങളെ നാട്ടുകാർ വല്ലാത്ത പ്രയാസത്തിലാണ്. ഞങ്ങളുടെ പൂർവ്വ പിതാക്കൾ ചെയ്ത ഒരു അപരാധം ഈ നാട്ടിലുള്ള ഞങ്ങളൊക്കെ എന്നുമെന്നും അന്ത്യനാൾ വരെ സഹിക്കേണ്ടി വരുന്നു. കാരണം ഞങ്ങളെ നാട്ടിൽ രണ്ട് പ്രവാചകന്മാര് വന്നപ്പോ ഞങ്ങളെ നാട്ടുകാരവരെ സൽക്കരിച്ചില്ല എന്നത് ഞങ്ങൾക്കെന്നും അപമാനമാണ്. അതുകൊണ്ട് ഒരു ചെറിയ ആവശ്യവുമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഈ വില പിടിച്ച രത്നങ്ങളും സ്വർണവും ഒക്കെ ഞങ്ങളിതാ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. എന്താണ് ആവശ്യം? ഒന്നും വേണ്ട. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവർ വിസമ്മതിച്ചു എന്നാണ്, സൽക്കരിക്കാൻ കൂട്ടാക്കിയില്ല. അവിടെ അബൗ എന്നിടത്തുള്ള താഴത്തെ ആ പുള്ളി ഒന്ന് മുകളിലേക്ക് ഇട്ടു തരണം. എന്നിട്ട് ആ പുള്ളി കുറച്ചുകൂടി വലിപ്പം വലുതാക്കും വേണം. അപ്പൊ എന്തായി? അബൗ എന്നത് മാറി അതൗ എന്നാക്കും. ചെറിയ ഒരു കൈക്രിയ. താഴത്തെ പുള്ളി മുകളിലേക്ക് ഇട്ടുകൊടുക്കുക. എന്നിട്ട് ആ പുള്ളി ഒന്നുകൂടി വലുതാക്കുക. അപ്പൊ ഒരു 2 പുള്ളിയുടെ സ്ഥാനത്താകും. അപ്പൊ അബൗ എന്നതിന്റെ അർത്ഥം എന്താകും? അത് മാറിയിട്ട് അതൗ എന്നാകും. അപ്പൊ ആശയം എന്താ? അങ്ങനെ സൽക്കരിക്കാൻ ആ നാട്ടുകാരോട് മൂസ ഖളിർ അലൈഹിസ്സലാം ഭക്ഷണത്തെ തേടി. അപ്പോഴോ അവരെ സൽക്കരിക്കാൻ വേണ്ടി ആ നാട്ടുകാർ തയ്യാറായി. സൽക്കാരപ്രിയരായ നാട്ടുകാർ ഇവർ രണ്ടുപേരെയും എല്ലാവിധ സൗകര്യത്തോടെയും കൂടി സൽക്കരിക്കാൻ തയ്യാറായി എന്ന ഒരാശയം വരും. അതോടുകൂടി ഞങ്ങളുടെ നാട്ടുകാര് അപമാനഭാരത്തിൽ നിന്ന് രക്ഷപ്പെടും മുഹമ്മദേ. അതുകൊണ്ട് ഇങ്ങനെ ഒരു സൗകര്യം ചെയ്തു തരണം. ഇതാ ഈ സ്വർണവും ഈ വില പിടിച്ച രത്നങ്ങളും ഇതെല്ലാം നിനക്കുള്ളതാണ് എന്ന് പറഞ്ഞ് അന്താക്കിയ നാട്ടുകാർ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വന്ന് അവരുടെ ഈ വിഷയം റസൂലുള്ളാഹിയോട് പറഞ്ഞ സംഭവം ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാ രേഖപ്പെടുത്തുകയാണ്. ഇത് കേട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താണ്? പരിശുദ്ധ ഖുർആനിലെ ഒരു പുള്ളി ഒരു ഹർക്കത്ത് മാറ്റുക എന്നത് അല്ലാഹുവിന്റെ പേരിൽ ഞാൻ ഇല്ലാത്തത് കളവ് പറയലാണ്. അതുകൊണ്ട് ഞാൻ തയ്യാറാവുകയില്ല എന്ന് പറഞ്ഞ് ഈ ഓഫറുമായി വന്നവരെ ആട്ടി ഓടിച്ച സംഭവം ഇമാം റാസി റഹിമഹുല്ല വിശദീകരിക്കുകയാണ്. ഞാനിത് പറയുന്നത് പരിശുദ്ധ ഖുർആനിൽ നടത്തുന്ന തിരിമറികൾ, ആശയപരമായ തിരിമറികൾ, ഇത് ജൂതന്മാർ നടത്തിയ ഈ കൈക്രിയയുടെ ഭാഗമായിട്ടാണ് പണ്ഡിതന്മാരെല്ലാവരും വിശദീകരിക്കുന്നത്. അള്ളാഹുവിന്റെ ഖുർആനിൽ ആശയപരമായ തിരിമറികൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലുള്ള ബിദ്അത്തുകാർ. മുജാഹിദ് എന്ന പേരിലോ ജമാഅത്തെ ഇസ്ലാമിയോ തബ്ലീഗ് ജമാഅത്തോ നമ്മുടെ കേരളത്തിൽ അല്ല എല്ലാ ഭാഗത്തും ഉത്ഭവിച്ചുകൊണ്ടിരിക്കുന്ന പുത്തൻവാദികൾ, സഹോദരന്മാരെ, അവരൊക്കെ രൂപപ്പെടുത്തുന്നത് ഇത്തരം വിഷലിപ്തമായ അവരുടെ ആശയങ്ങൾ പ്രതിഫലിപ്പിക്കുന്നത് ഖുർആനിന്റെ പേരിലാണ്, ഖുർആൻ ക്ലാസുകളുടെ പേരിലാണ്, ഖുർആൻ പഠനത്തിന്റെ പേരിലാണ്. ഈ ഖുർആനിന്റെ ആശയങ്ങൾ തിരിമറി നടത്തിക്കൊണ്ടും ആശയങ്ങൾ പൂർവീകർ പഠിപ്പിച്ച ആശയങ്ങളെ അട്ടിമറി നടത്തിക്കൊണ്ടും ഇവർ ചെയ്യുന്ന ഈ പ്രവണത അത് ജൂദായിസത്തിന്റെ ഭാഗമാണ്. ജൂതന്മാർ പരിശുദ്ധ ഖുർആനിനെ തിരിമറി നടത്താൻ വേണ്ടി ആവശ്യപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് പണ്ഡിതന്മാരെല്ലാവരും വിശദീകരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ സമൂഹം, മുസ്ലിം സമുദായം പരിശുദ്ധ ഖുർആനിന്റെ യഥാർത്ഥ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വിഭാഗമായി തീരണം
എന്ന ഉറച്ച ആശയം കൊണ്ടാണ്, അഭിലാഷം കൊണ്ടാണ് SYS സ്കൂൾ ഓഫ് ഖുർആൻ എന്ന ഈ സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. അല്ലാഹുവിന്റെ ഖുർആൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ലേ, വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നു, ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ, നബിയേ അങ്ങയുടെ മേലിൽ നാം അവതരിപ്പിക്കുന്നത് വളരെ ഭാരമുള്ള വചനങ്ങളാകുന്നു എന്നാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ് നബിയുടെ മേലിൽ വരുന്ന വഹയുകൾ ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ, ഭാരമുള്ള വചനങ്ങളാകുന്നു എന്നാണ്. ഖുർആൻ ആകെ എടുത്തു മറിച്ചു നോക്കിയാൽ, ആ മുസാഹഫ് എല്ലാം കൂടി എടുത്താൽ എത്ര വെയിറ്റ് ആണുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പരിശുദ്ധ ഖുർആനിന്റെ ആശയപരമായ വെയിറ്റാണ് ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്കറിയില്ലേ, വലൗ അന്നമാ ഫിൽ അർളി മിൻ ശജറത്തിൻ അഖ്ലാമുൻ വൽ ബഹറു യമുദ്ദുഹു മിൻ ബഅദിഹി സബ്അതു അബ്ഹുർ മാ നഫിദത് കലിമാത്തുല്ലാഹ്. ഇന്ന് കാണുന്ന, ലോകത്ത് കാണുന്ന എല്ലാ ബഹറുകളും, സഹോദരന്മാരെ, ആ സമുദ്രങ്ങളെല്ലാം മഷിയായി അല്ല, അതുപോലെ 7 സമുദ്രങ്ങൾ വീണ്ടും മഷിയായി, അത്രയും കൂടുതൽ മഷിയുണ്ടായി. ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ മരങ്ങളും നമ്മുടെ മലപ്പുറം ജില്ലയിൽ മാത്രമല്ല, നമ്മുടെ എന്ന് പറയുന്നില്ല, നമ്മുടെ ഈ സമ്മേളനം നടക്കുന്ന മലപ്പുറം ജില്ലയിൽ മാത്രമല്ല, കേരള സംസ്ഥാനത്ത് മാത്രമല്ല, ലോകത്ത് കാണുന്ന എല്ലാ മരങ്ങളും, ആ മരങ്ങളെല്ലാം കൂടി പേനയായാലും സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾ തീരുകയില്ല എന്ന് പഠിപ്പിക്കുന്നത് അല്ലാഹുവിന്റെ ഖുർആനാണ്. സൂറത്തുൽ ലുഖ്മാനിലെ 27ാമത്തെ വചനമാണ് ഈ ആശയം നമ്മെ പഠിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കണം, പരിശുദ്ധ ഖുർആനിനെ എത്ര ലാഘവത്തോടെയാണ് നമ്മുടെ രാജ്യത്തുള്ള ബിദഅകൾ കാണുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം. വിവരമില്ലാത്ത മൗലവിമാര്, 1 2 മൗലവിമാര് കൂടി എഴുതിയ ഒരു പരിഭാഷ, ആ പരിഭാഷ മറിക്കുന്നു, അത് മാത്രമാണ് ഖുർആനിന്റെ ആശയങ്ങൾ എന്ന് വിശ്വസിച്ച് ഉൾക്കൊണ്ട്, അതിലില്ലാത്തതൊന്നും ഖുർആന്റെ ആശയമല്ല, അതിലില്ലാത്തതൊന്നും പ്രവാചകർ പഠിപ്പിച്ചതല്ല എന്ന് പറഞ്ഞ് അഹങ്കാരത്തിന്റെ ജീവിക്കുന്ന ആൾരൂപങ്ങളായി നടക്കുന്ന നമ്മുടെ നാട്ടിലെ ബിദ്അത്തുകാർ എന്തുമാത്രം സങ്കടമാണ് പ്രിയപ്പെട്ടവരെ. ഖുർആനിന്റെ പേരിൽ അവർ അകപ്പെട്ടു പോയിട്ടുള്ള ആ അബദ്ധത്തിന്റെ ആഴം അത് എത്രമാത്രമാണെന്ന് നമ്മൾ അളക്കണം. ഈ സാഹചര്യത്തിലാണ് പൂർവീകർ പഠിപ്പിച്ചിട്ടുള്ള മഹാത്മാക്കളായ സ്വഹാബത്ത്, താബിഉകൾ, അയിമ്മത്തുകൾ അവർ പഠിപ്പിച്ച ഖുർആനിന്റെ വ്യാഖ്യാനങ്ങൾ അത് ശരിയായ രൂപത്തിൽ സിലബസ് അടിസ്ഥാനത്തിൽ SYS നമ്മുടെ സ്കൂൾ ഓഫ് ഖുർആൻ സെന്ററുകളിലേക്ക് നൽകി, ട്യൂട്ടർമാർക്ക് പരിശീലനം നൽകി വ്യവസ്ഥാപിതമായ രൂപത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്കൂൾ ഓഫ് ഖുർആൻ അതിന്റെ പഠനവും അതിൽ പഠിച്ചു വളർന്നവരുടെയും നന്മയും അതിന്റെ മാധുര്യവും ഞാൻ ഇവിടെ പറയേണ്ടതില്ല. 15 വർഷം പിന്നിട്ട നമ്മുടെ കൊണ്ടോട്ടിയിലെ സ്കൂൾ ഓഫ് ഖുർആൻ, ഷാഫി സഖാഫി ഇവിടെ ഉണ്ട്, അതിൽ പഠിതാക്കളായ ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതുപോലെ നേരത്തെ തങ്ങളവർകൾ പറഞ്ഞല്ലോ, മഴദിനിലെ സ്കൂൾ ഓഫ് ഖുർആൻ, കേരളത്തിലെ വിവിധങ്ങളായ കേന്ദ്രങ്ങളിൽ ഒട്ടേറെ ആളുകൾ 400, 500, 300, 200, 100 ഒക്കെ പങ്കെടുക്കുന്ന വ്യത്യസ്തങ്ങളായ സെന്ററുകൾ അൽഹംദുലില്ലാഹ് സന്തോഷത്തോടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ നേതൃത്വം നൽകി SYS പരിശുദ്ധ ഖുർആനിന്റെ യഥാർത്ഥ ആശയം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കണം, നമ്മുടെ സമുദായത്തിന് പകർന്നു കൊടുക്കണം എന്ന മഹത്തായ ലക്ഷ്യത്തോടെയാണ് ഈ സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ സംബന്ധിച്ചിട്ടുള്ള ഖുർആൻ പഠിതാക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങളെല്ലാവരും അവരവരുടെ സെന്ററുകളിൽ കൃത്യമായി പങ്കെടുക്കുന്നവരാവണം. ഒരു ക്ലാസും ഒഴിവാക്കാൻ പാടില്ല. നമ്മുടെ സഹോദരന്മാർ ആ ക്ലാസ്സിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്തവരെ കൂടി അടുത്ത ആഴ്ചയിൽ നടക്കുന്ന ക്ലാസ് മുതൽ നിങ്ങൾ നമ്മുടെ സെന്ററുകളിലേക്ക്, അതാത് സെന്ററുകളിലേക്ക് എത്തിക്കാൻ ആവശ്യമായത് ചെയ്യുകയും അവരെയൊക്കെ ഹിദായത്തിന്റെ ഈ പ്രകാശത്തിന്റെ കൈത്തിരി അവരിലേക്ക് കൂടി പകർന്നു കൊടുക്കാൻ നമ്മളെല്ലാവരും തയ്യാറാവുകയും ചെയ്യണമേ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സംഗമം അവൻ കബൂലാക്കട്ടെ. പരിശുദ്ധ ഖുർആനിന്റെ ജീവിക്കുന്ന
ആ മാതൃകാ പുരുഷന്മാരാവാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ സെന്ററുകളിൽ പഠിതാക്കളായ മുഴുവൻ ആളുകളും ഇവിടെ എത്തിയിട്ടില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ ഇവിടെ എത്തിയവർക്കും സെന്ററുകളിൽ പഠിതാക്കളായിട്ടുള്ള ആളുകൾക്കുമെല്ലാം ആ പരിശുദ്ധ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മളെയും അവരെയും അല്ലാഹു ഇഹപര വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഇവിടെ ഒന്നാമത്തെ ക്ലാസ് ഖുർആൻ മധുരം എന്ന ക്ലാസാണ്. അതിന് നേതൃത്വം നൽകുന്നത് ISRO മുൻ ശാസ്ത്രജ്ഞൻ കൂടിയായ ബഹുമാനപ്പെട്ട ഡോക്ടർ അബ്ദുസലാം അവർകളാണ്. ആദരവോടെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ഉസ്താദുമാരായ ട്യൂട്ടർമാർക്ക് ഇരിക്കാനുള്ള കസേര ഇവിടെ ഉണ്ട്. ട്യൂട്ടർമാരായ ആളുകൾ ആരും പഠിതാക്കളെ ശിഷ്യന്മാരെ കൂടെ ഇരിക്കേണ്ടതില്ല. അവരെ ബഹുമാനിച്ചുകൊണ്ട് പ്രത്യേക ഇരിപ്പിടം ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. ശിഷ്യന്മാരോട് കൂടെ പഠിതാക്കളോട് കൂടെ അവരെത്തിക്കുന്നതിൽ വളരെ സന്തോഷത്തോടെ ഭാഗവാക്കായിട്ടുള്ള ഉസ്താദുമാരും ട്യൂട്ടർമാരും ഇവിടെ ഉണ്ട്. അവർക്കെല്ലാവർക്കും അല്ലാഹു ബറക്കത്ത് ചൊരിയട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അഭിവന്ദ്യരായ